ട്രേഡിംഗ് എന്നുള്ള ഒരു ചാപ്റ്റർ അത് ക്ലോസ് ചെയ്തതാണ്. ഫസ്റ്റ് ട്രേഡ് നമ്മൾ ലോസ് ആയി കഴിഞ്ഞാൽ അത് ലോസ് കവർ ആക്കാൻ വേണ്ടി വീണ്ടും ട്രേഡ് എടുത്ത് അതും ലോസ് ആക്കി ഓവർ ട്രേഡ് ചെയ്ത് കുറെ ലോസ് വന്നിട്ടുണ്ട്. അങ്ങനെ മെന്റലായിട്ട് കുറച്ച് ഡിപ്രഷനും കാര്യങ്ങളും വന്നു. അങ്ങനെയാണ് ട്രേഡ് നിർത്തിയത്. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വന്നണക്കെ മാറ്റമില്ല. ഈ ഓവർ ട്രേഡ് ആണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ വന്നതൊക്കെയാണ് എനിക്ക് പ്രൈസ് ആക്ഷൻ കറക്റ്റ് കിട്ടിയത്. മറ്റേത് ഇൻഡിക്കേറ്റർ ബേസ്ഡ് ട്രേഡിംഗ് ആയിരുന്നു. അതിനകത്ത് ഇൻഡിക്കേറ്ററെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു നമ്മൾ ട്രേഡ് എടുത്തോണ്ടിരുന്നതും. അവർ പറഞ്ഞു തന്നിട്ടുള്ളൂ അത് തന്നെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ പ്രൈസ് ആക്ഷൻ, പ്രൈസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയാസ് കിട്ടി. പിന്നെ മെയിനായിട്ട് ഡിസിപ്ലിനാണ് മെയിൻ. റിസ്ക് റിവാർഡ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ഐഡിയ ഇവിടെ വന്നിട്ടാണ് കിട്ടിയത്. നേരത്തെ ഞാനൊരു ട്രേഡ് ഓപ്ഷൻ ട്രേഡിംഗ്, നിഫ്റ്റിയിൽ ഓപ്ഷൻ ട്രേഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് കാണുമ്പോഴേ എക്സിറ്റ് ആവുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. റിസ്ക് റിവാർഡ് കറക്റ്റ് അല്ലേ, 1:1 ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും 1:1 എക്സിറ്റ് ആവുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഇപ്പം ഒരു പ്രോപ്പർ പ്രൈസ് ആക്ഷൻ കണ്ട് ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു കോൺഫിഡന്റ് ഇവിടെ നിന്നാണ് കിട്ടിയത്. ലാസ്റ്റ്